നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ആഘോഷ ചടങ്ങുകൾ ഞായറാഴ്ച തുടങ്ങും. അന്തിക്കാട് വീട് കയറി ആക്രമണം നടത്തിയ യുവാവ് പിടിയിൽ. ആധാരമെഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ആഘോഷ ചടങ്ങുകൾ മാർച്ച് 9, 10, 11 തീയതികളിൽ തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള, ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് എൻ നാഗരേഷ്, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ബ്രഹ്മർഷി മോഹൻജി തുടങ്ങിയവരും വിവിധ മേഖലകളിൽ നിന്നുള്ള ആചാര്യന്മാർ, സന്യാസി ശ്രേഷ്ഠർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങളും അതിഥികളും ഭക്തജനങ്ങളും പങ്കെടുക്കും. 9, 10 തീയതികളിൽ രാവിലെ 9 മുതൽ സാംസ്കാരിക പരിപാടികളും വൈകിട്ട് 5 മുതൽ 9:30 വരെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രം ആസ്പദമാക്കിക്കൊണ്ട് അഗ്രേപശ്യാമി എന്ന നൃത്താവിഷ്കാരം 9 രാത്രി 7:30 തൃശൂർ നടന സാത്വിക അവതരിപ്പിക്കും. കൂടാതെ കലാമണ്ഡലം ശ്രീജ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, TS രാധാകൃഷ്ണന്റെ സംഗീത കച്ചേരി, കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെ പാഠകം, GK പ്രകാശൻ സംഘവും അവതരിപ്പിക്കുന്ന ഭജന മണ്ഡലി, പാലക്കാട് ശ്രീറാമും ടീമും അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ മ്യൂസിക് എന്നിവയും സ്റ്റേജിൽ അരങ്ങേറും. 11 ചൊവ്വാഴ്ച രാവിലെ മുതൽ ശതാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. തൃശൂർ ബ്രഹ്മസ്വമഠം വേദമന്ത്ര പഠന വിദ്യാർത്ഥികളുടെ വേദപാരായണം, കലശാഭിഷേകം, തേവർക്ക് മുഴുക്കോപ്പ്, കളഭം, പശുദാനം തുടങ്ങിയവയും വൈകുന്നേരം ക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക്, നിറമാല, തൃപ്രയാർ വാദ്യകല ആസ്വാദക സമിതിയുടെ വിശേഷാൽ തായമ്പക എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. ജനറൽ കൺവീനർ UP കൃഷ്ണനുണ്ണി, കൺവീനർ വിനോദ് നടുവത്തേരി, ട്രഷറർ C പ്രേംകുമാർ, ഫൈനാൻസ് ചെയർമാൻ P മാധവമേനോൻ, അരുൺ കരുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേകം ഈ മാസം 9, 10, 11 തീയതികളിൽ തൃപ്രയാർ ക്ഷേത്രത്തിനോട് സമീപം തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾ 8-ാം തീയതി ശനിയാഴ്ച തൃശ്ശൂർ ബ്രഹ്മസ്വമഠം മൂപ്പിൽ സ്വാമിയാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട്, ഭിക്ഷ കൊടുത്തുകൊണ്ട് തുടങ്ങി വയ്ക്കും. 9-ാം തീയതി കാലത്ത് നമ്മുടെ തമ്പുരാനെ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ നിന്നും പഞ്ചവാദ്യം, താലം, കുത്തുവിളക്ക് എന്നിവയുടെ അകമ്പടിയോടുകൂടി വേദിയിലേക്ക് ആനയിക്കുന്നതും തുടർന്ന് 9 മണിക്ക് സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതുമായിരിക്കും. 11-ാം തീയതിയാണ് ശതാഭിഷേക ചടങ്ങുകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത്. തുടർന്ന് ഈ ചടങ്ങുകൾക്കുള്ള ശേഷം പിറന്നാൾ സദ്യ ഏകദേശം ഒരു 5000 പേർക്ക് സദ്യ കൊടുക്കുവാനാണ് നമ്മൾ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീക്ക് മാനഹാനി വരുത്തുകയും മോട്ടോർ സൈക്കിൾ തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് പുളിക്കൽ വീട്ടിൽ 28 വയസ്സുള്ള സിബിനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി അന്തിക്കാട് സ്വദേശിയായ സ്ത്രീയും ഭർത്താവും താമസിക്കുന്ന വീടിന്റെ മുറ്റത്തേക്ക് സിബിൻ അതിക്രമിച്ചു കയറുകയായിരുന്നു. വധശ്രമവും ലഹരിക്കേസും ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സിബിൻ. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, അഭിലാഷ്, കൃഷ്ണദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, ഷാജു, മഹേഷ് എന്നിവരാണ് സിബിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നത്. ദുബായ് KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് സെന്ററുകൾക്ക് നൽകിയ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളാൽ പോലും അവർ വേണ്ട രീതിയിൽ
സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഒരാൾ രോഗിയായി മാറുമ്പോൾ ആ രോഗിക്ക് കൂട്ടിരിക്കുന്നതോടുകൂടി ആ വീട് മുഴുപട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ പൂക്കോയത്തങ്ങളുടെ പേരിൽ പൂക്കോയത്തങ്ങൾ ഹോസ്പിസസ് എന്ന പേരിൽ പാലിയേറ്റീവ് കെയർ സംവിധാനം ലീഗ് സംസ്ഥാനത്തെമ്പാടും ആരംഭിച്ചത്. ഏറ്റവും മനോഹരമായി അത് നമ്മുടെ ജില്ലയിൽ കടപ്പുറം പഞ്ചായത്തിൽ 100-ലേറെ വളണ്ടിയർമാർ ഉൾപ്പെടുന്ന സംഘം, ഒരു 10-30 സഹോദരിമാർ ഉൾപ്പെടെയുള്ള ഒരു സംഘത്തോടു കൂടി 100ഓളം പേർ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നാട്ടിക CS സെന്ററിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ VM മുഹമ്മദ് ഗസാലി, ജില്ലാ ഭാരവാഹികളായ PK അബൂബക്കർ, PV ഉമ്മർ കുഞ്ഞി, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, ദുബായ് KMCC ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ അബു, ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, ജനറൽ സെക്രട്ടറി KS റഹ്മത്തുള്ള, നാട്ടിക പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് KA കബീർ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെന്ററും സംയുക്തമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ബ്ലോക്ക് തല മെഗാ ക്യാമ്പ് നടത്തി. 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി അശ്വിനി മെഡിക്കൽ സെന്ററിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ തുടങ്ങിയ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ സാധ്യത പരിശോധിക്കുന്നതിനുള്ള സ്ക്രീനിംഗ് നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ ആരോഗ്യ മേഖലയിൽ പൊതുജനങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിലുടനീളം ഇപ്പോൾ സംഘടിപ്പിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് അറിയാമെന്ന് നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞതിനെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തുടക്കത്തിൽ അതിനെ രോഗം നിർണ്ണയിക്കാൻ കഴിയുകയാണെങ്കിൽ അത് പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമായിട്ട് തന്നെ കരുതേണ്ടതുണ്ട്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, അശ്വിനി മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, താനി പഞ്ചായത്ത് അംഗം രതി അനിൽകുമാർ, ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ മിനി PM, അശ്വിനി മെഡിക്കൽ സെന്റർ ഓപ്പറേഷണൽ മാനേജർ പ്രജേഷ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വലപ്പാടുള്ള ഹെഡ് ഓഫീസ് സമുച്ചയത്തിൽ നവീകരിച്ച സമന്വയ മാർട്ട് ഫാമിലി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ എല്ലാവിധ നിത്യോപയോഗ വസ്തുക്കളും ഇവിടെ ലഭ്യമാണ്. നവീകരിച്ച സമന്വയ മാർട്ടിന്റെ ആദ്യ വിൽപ്പന ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് എന്നിവർ ഏറ്റുവാങ്ങി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. എല്ലാവരുടെയും വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും ക്വാളിറ്റിയോടുകൂടി, ഏറ്റവും വില കുറവോടുകൂടി ഈ സഹകരണ സ്ഥാപനം വഴി വിൽപ്പന നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമാക്കി ഇതിനെ മാറ്റണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ മണപ്പുറത്ത് 10 പഞ്ചായത്തുകളുടെ അതിർത്തിക്കുള്ളിൽ സഹകരണ സ്ഥാപനത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ളൊരു സംരംഭം ഇതാദ്യമാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വളരെ സഹകരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഉൽപ്പന്നങ്ങളും ഈ സ്റ്റോറിൽ ലഭ്യമാണ്. കേരള മാർക്കറ്റ് ഫെഡ്, അതുപോലെ തന്നെ ഇടുക്കിയിലെ സഹ്യ തേയില, ദിനേശിന്റെ പ്രൊഡക്ട്സ്, അത് ഷർട്ട്, ബാഗ് തുടങ്ങിയിട്ടുള്ള മത്സ്യഫെഡിന്റെ ഉൽപ്പന്നങ്ങൾ, റെഡ് കോയുടെ ഉൽപ്പന്നങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, TK ചന്ദ്രബാബു, ശാന്തി ഭാസി, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്,
ഡയറക്ടർമാരായ കെ ജിനേന്ദ്ര ബാബു, MA അനിൽകുമാർ, P സക്കീർ ഹുസൈൻ, TV ചന്ദ്രൻ, MD സുരേഷ്, BS ജോത്സ്ന, ഹേമലത പ്രതാപൻ, PS ഗിരീഷ്, സെക്രട്ടറി PC ഫൈസൽ എന്നിവർ സംസാരിച്ചു. തളിക്കുളം അപ്പു മാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂളിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിനും നോമ്പുതുറ ചടങ്ങിനും കൈതക്കൽ ഇസ്ലാമിയ കോളേജ് ലെക്ചറർ AS അബ്ദുൾ റഹ്മാൻ സന്ദേശം നൽകി. തളിക്കുളം SNV UP സ്കൂൾ മാനേജർ EA സുഗതകുമാർ, അസോസിയേഷൻ പ്രസിഡന്റ് PK ഹൈദരാലി, സെക്രട്ടറി ശ്യാം NP, ട്രഷറർ കബീർ, സുനിൽകുമാർ NS, സിദ്ദീഖ് PM, ഷെരീഫ് KK, റിയാസ് MP, ബഷീർ PB, സലീം MA, നസ്രിൻ റജീബ് ലാൽ, സീനത്ത് കബീർ, സീനത്ത് സലീം, സ്മിത ശ്യാം, ബിജി മനോജ്, നസീറ നജീബ്, നഫീസ കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറെക്കുറെ 56 കോടിയോളം മനുഷ്യന്മാര് പച്ച ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശക്കുന്നവന്റെ വിശപ്പ് അറിയുക എന്നതാണ് നോമ്പിലൂടെ യഥാർത്ഥ ലക്ഷ്യം വെക്കുന്നത്. വിശപ്പിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. എല്ലാ മനുഷ്യന്മാരുടെയും വിശപ്പൊന്നാണ്. എല്ലാവരുടെയും ദൈവം ഒന്നായതുപോലെ എല്ലാവരുടെയും വിശപ്പൊന്നാണ്. ആ വിശപ്പ് എന്താണ് എന്ന് അറിയുക കൂടിയാണ് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സഹജീവികളായ മനുഷ്യന്മാർ, അതുപോലെ തന്നെ ലോകത്ത് തന്നോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ ജീവജാലങ്ങളും, ആ ജീവജാലങ്ങളെ കൂടി പരിഗണിക്കുന്ന ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെയും അല്ലാതെയും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് കളംപാട്ട് നടന്നു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, വിഷ്ണുമായിക്ക് നവകലശാഭിഷേകം, ദൈവക്കളം, ഉച്ചപൂജ, ശ്രീഭൂതബലി, വൈകിട്ട് മുത്തപ്പന്മാർക്ക് കളം, ദീപാരാധന, ഭഗവതി സേവ, രാത്രി അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമായിക്ക് രൂപക്കളവും നടന്നു. ക്ഷേത്രം ചെയർമാൻ ഭരതൻ വളവത്ത്, പ്രസിഡന്റ് സന്തോഷ് വളവത്ത്, സെക്രട്ടറി ഹരീഷ് വിശ്വംഭരൻ, വേലായുധൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വളന്റെ പേരാറ്റോടി അങ്ങനെ ഈരെടുത്തീരെടുത്തോടി ചെല്ലുന്ന കാലത്ത് ഒട്ടകളെ വച്ചു നല്ല കൂളിവാകയമ്പര കാട്ടാളത്തി പെൺകിടാവിനെ കാണുമ്പോൾ ഇത് വല്ലമാനാണ് മയിലാളെ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു നല്ല ചെല്ല കൂളിവാകിയെ കൊല്ലുവാനും കൊല്ല കൊല ചെയ്യുവാനും വെള്ളിൽ മുകളിൽ കണ്ടെടുത്തു. നിലവിലെ നിൽക്കുന്ന കാലത്ത് കൂളിവാക ഇടംപാകെ തിരിഞ്ഞ് വലംപാകെ നോക്കുമ്പോൾ പരമേശ്വരൻ തിരുവടി നല്ലച്ഛനെ കാണുന്ന കാലത്ത് നല്ലച്ഛനോട് പറഞ്ഞല്ലയോ നല്ലച്ഛ എന്നെ കൊല്ലല്ലേ, കൊല ചെയ്യല്ലേ, കാട്ടാളത്തി പെണ്ണിന്റെ ശാപം കയ്യേൽക്കല്ലേ എന്നതും കേൾക്കുമ്പോൾ നല്ലച്ഛൻ ചോദിച്ചല്ലേ കൂളിവാകേ, എന്തിനെ കൊണ്ട് ഏതിനെ കൊണ്ടായിരിക്കുന്നു താനേ മുളച്ച തവതാളിക്കല്ലിന്മേലങ്ങനെ അറിയിരിക്കുന്ന കാര്യം ഞാനൊന്ന് കേൾക്കട്ടെ എന്നതിനെ പറയുമ്പോൾ അന്നേരത്തിങ്കൽ കൂളിവാക നല്ലച്ഛനോട് പറഞ്ഞല്ലയോ നല്ലച്ഛ. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വീണ്ടും വാർത്തകളിലേക്ക്. ആധാരമെഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും അറസ്റ്റിൽ. കയ്പമംഗലം കൊപ്രക്കളത്ത് ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന കാളമുറി മമ്മസ്രയിലത്ത് വീട്ടിൽ സഗീറിനെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡിയും നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയുമായ കൂരിക്കുഴി തെക്കിനിയടത്തെ വീട്ടിൽ ഗോൾഡൻ നിന്ന് സതീശനെയും ഇയാളുടെ മകൻ മായ പ്രയാഗിനെയും കയ്പമംഗലം പോലീസ് പിടികൂടിയത്. വസ്തു വിൽക്കുന്നതിനായി ഏൽപ്പിച്ച ആധാരത്തിലെ അപാകതകൾ വസ്തു വാങ്ങുന്നയാളെ അറിയിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ഓഫീസിൽ കയറി ഇവർ ആക്രമണം നടത്തിയത്. ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ സൂരജ്, പോലീസ് ഡ്രൈവർ അനന്തുമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട് ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാഞ്ഞാണി വലിയപറമ്പിൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹവനം, ശുദ്ധി കലശം, തുടർന്ന് ദൈവത്തിന് കളം, വലിയ മുത്തപ്പൻ കളം, ചെറിയ മുത്തപ്പൻ വീരഭദ്രസ്വാമി കളം എന്നിവ നടത്തി. രാത്രി വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും കരിങ്കുട്ടി സ്വാമിക്ക് കളവും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ ഭഗവതി കളം, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ഭഗവതിക്ക് പറനിറയ്ക്കൽ, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, ഭഗവതിക്ക് രൂപക്കളം, ഭഗവതിക്ക് നൃത്തം, വടക്കുംപാതുകൽ കർമ്മവും എന്നിവ ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് VK ബാബു, സെക്രട്ടറി VK ബോസ്, ട്രഷറർ VV സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണലൂർ മണ്ഡലം 19-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി കണ്ടശാങ്കടവ് PNR നഗറിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു.
PC കൃഷ്ണൻകുട്ടി പൊറ്റക്കാട് സ്മൃതി പുരസ്കാരം നിരവധി പേർക്ക് നൽകി. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ടോണി പൊന്മാണി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KK ബാബു, BG അശോകൻ, KB ജയറാം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, KK പ്രകാശൻ, റോബിൻ വടക്കേത്തല, CN പ്രഭാകരൻ, ഷാലി വർഗീസ്, വാസു വളാഞ്ചേരി, ടോളി വിനീഷ്, CT ആൻഡോ എന്നിവർ സംസാരിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും സമാധാനത്തിൻ്റെ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ 2014 മുതൽ നമ്മുടെ രാജ്യത്ത് വർഗീയ സന്ദേശം ഈ രാജ്യത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വിഘടനവാദികൾക്കും അതേപോലെ തന്നെ വർഗീയവാദികൾക്കും കൂടുതൽ അവസരം കൊടുക്കുകയും മതേതരത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നതായിരുന്നു നരേന്ദ്രമോദി. കണ്ടശാംകടവ് വെണ്ണയ്ക്കൽ ശ്രീ രുധിരമാല ഭഗവതി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവം ഭക്തി നിർഭരമായി. ചൊവ്വാഴ്ച രാവിലെ ഉഷപൂജ, കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, ഉച്ചപൂജ എന്നിവ നടത്തി. വൈകിട്ട് ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, തുടർന്ന് വിഷ്ണുമയ സ്വാമിക്ക് കളം, പുലർച്ചെ 2 മണിക്ക് എഴുന്നള്ളിപ്പ്, പാന, കനലാട്ടം എന്നിവയും ഉണ്ടായിരുന്നു. ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദേവിക്ക് ഉദയാസ്തമന പൂജ, കളം, ഉച്ചപൂജ, തുടർന്ന് പ്രസാദകൂട്ടും നടത്തി. വൈകിട്ട് പാണ്ടിമേളത്തോടുകൂടിയ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, തുടർന്ന് അത്താഴപൂജ, ദേവിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പും പുലർച്ചെ ഗുരുതി, ദേവിയെ പാടി കുടിയിരുത്തൽ, മംഗളപൂജ എന്നിവയും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഉണ്ണികൃഷ്ണൻ ചെമ്പോലപ്പുറത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ കിൻഡർ ഗാർഡന്റെ ബിരുദദാന ചടങ്ങ് നടന്നു. കിൻഡർ ഗാർഡനിൽ നിന്ന് പ്രൈമറി സ്കൂളിലേക്ക് മാറുന്ന കുഞ്ഞു പഠിതാക്കൾക്ക് ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. വ്യക്തിപരമായി പകർന്നു കിട്ടിയ നേട്ടങ്ങളെയും മൂല്യങ്ങളെയും എടുത്തു കാണിക്കുന്നതായിരുന്നു അവരുടെ ഓരോ പ്രകടനവും. വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെ പരിപാടി ആരംഭിച്ചു. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ പ്രവീൺ VC ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ KR അഭിലാഷ്, ശ്രീഗോകുലം ചിറ്റ്സ് തൃപ്രയാർ മാനേജർ സുബിൻ ശ്രീധർ, ഗുരുവായൂർ ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജർ സുരേഷ്, സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ്, വൈസ് പ്രിൻസിപ്പൽമാരായ ജൂലിയ ജോയ്, സീന രാജീവ് എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിന്റെ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും 28 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബെറ്റി ടീച്ചറുടെ യാത്രയയപ്പ് സമ്മേളനവും നടത്തി.
മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ അയ്യങ്കാനയിൽ അധ്യക്ഷനായി. ഫാദർ അജിത് ചിറ്റിലപ്പള്ളി മുഖ്യാതിഥിയായി. ഫോട്ടോ അനാച്ഛാദന കർമ്മം തൃശൂർ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. മുഖ്യപ്രഭാഷണവും മാഗസിൻ പ്രകാശനവും തുള്ളൽ കലാകാരൻ ഗോപിനാഥൻ മണലൂർ നിർവഹിച്ചു. എൻഡോമെന്റ് വിതരണം മുൻ പ്രധാനാധ്യാപകൻ AP ജോസ് മാസ്റ്റർ നിർവഹിച്ചു. സമ്മാന വിതരണം OSA പ്രതിനിധി പോൾ A ചിരിയൻകണ്ടത്ത് നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് VD ആനി, PTA പ്രസിഡന്റ് CA സണ്ണി, MPTA പ്രസിഡന്റ് ഉണ്ണിമായ, ട്രസ്റ്റി TV ജോസ്, നഴ്സറി PTA പ്രസിഡന്റ് ലിമിത സുഹദ്, MPTA പ്രസിഡന്റ് രശ്മി നിതിൻ, PTA വൈസ് പ്രസിഡന്റ് റിനി റജി, സ്കൂൾ ലീഡർ കുമാരി ഗൗരി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ കൂടെയാണ് സ്കൂൾ ജീവിതം കടന്നു പോകുന്നത്. അധ്യാപക വിദ്യാർത്ഥി തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു വെടി എന്ന നിലയിലേക്ക് മാറി. പണ്ടൊക്കെ ഗുരുനാഥൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥിക്ക് ബഹുമാനം തോന്നുന്ന അല്ലെങ്കിൽ അവനെ ഗുരു മാതാപിതാ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഗുരു എന്ന് പറയുന്ന ഇതിലേക്ക്. അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് അധ്യാപകർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെയാണ് ഇന്ന് നമ്മളുടെ എന്താ പറയുക വിദ്യാർത്ഥി അധ്യാപക എന്താ പറയുക ഒരു സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ മെയിൻ ടീച്ചർ എന്ന് പറയുന്നത് 35 കൊല്ലം പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ചിന്തിച്ച് നോക്കുമ്പോൾ എന്താ പറയുക ഒരു ദീർഘമായ കൊല്ലം, ആ ദീർഘമായ കൊല്ലത്തിന് 28 വർഷം ഈ സ്കൂളിൻ്റെ ഭാഗമായി തീർന്നു. വാണിജ്യം. കൊടും ചൂടിൽ മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ പെനി ഐസ് കാൻഡി തൃപ്രയാറിലെത്തി. മുപ്പത്തിയെട്ടോളം രുചി വൈവിധ്യങ്ങളുമായാണ് തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം പെനി ഐസ് കാൻഡി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 1997 കോട്ടയം ജില്ലയിൽ തുടങ്ങിയ പെനി ഐസ് കാൻഡിയുടെ 53ാമത്തെ പ്രീമിയം ഔട്ട്ലെറ്റാണ് തൃപ്രയാറിലേത്. ₹5 മുതൽ ₹30 വരെ നിരക്കിൽ സ്വാദിഷ്ടമായ പെനി ഐസ് കാൻഡി ലഭ്യമാണ്. കിഴിപ്പുള്ളിക്കര മഹല്ല ഖത്തീബ് സയ്യിദ് അബു താഹിർ ഉദ്ഘാടന ചടങ്ങിൽ പ്രാർത്ഥനയർപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു നാടമുറിച്ച ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക പഞ്ചായത്തിലെ പുതിയൊരു സംരംഭത്തിനും കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം ഹൈവേ വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കടകളൊക്കെ ഇല്ലാതായിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ജീവിക്കും എന്നുള്ളത് കാണിച്ചുകൊണ്ട് പെന്നി യുടെ നേതൃത്വത്തിൽ പുതിയൊരു കട ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വെറൈറ്റി ഐറ്റമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മളുടെ അതുമാതിരി SN ട്രസ്റ്റ് അങ്ങനെ ഒരുപാട് സ്കൂളുകൾ നാട്ടിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കടയ്ക്ക് ഒരുപാട് പേര് കിട്ടും എന്നുള്ളത് നമുക്കറിയാം. പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ സുഖിലേഷ് മുഖ്യാതിഥിയായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ വാർഡിലാണ് ഇങ്ങനൊരു സംരംഭം പെനി തുടങ്ങി വെച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ മാതിരി 2025 ഇത്രയും നീണ്ടൊരു വർഷമായിട്ട് ഇങ്ങനൊരു സംരംഭം നിലനിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സെബുന്നീസ ആദ്യ വിൽപ്പന നടത്തി. പെനി ഐസ് കാൻഡി ഫ്രാഞ്ചൈസി ഉടമകളായ മുഹമ്മദ് സുഹൈൽ, സബീന ഖാദർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിന് നേതൃത്വം നൽകി. ഞാൻ നിലവിൽ പെനി ഐസ് കാൻഡിയുടെ CEO ആണ്. അപ്പോൾ നേരത്തെ മെമ്പർ പറഞ്ഞ പോലെ 1997 തുടങ്ങിയ കമ്പനിയാണ് ഞങ്ങളുടെ പെനി ഐസ് കാൻഡി. ഈ ചുവരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സൈക്കിളിൽ ഒരാൾ ഐസ് കാൻഡി കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ പണ്ട് ഞങ്ങളുടെ ഫൗണ്ടർ ഇതുപോലെ സൈക്കിളിൽ കച്ചവടത്തിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഐസ് കാൻഡി നിർമ്മിച്ച് ഉണ്ടാക്കി തുടങ്ങിയതാണ് ഞങ്ങളുടെ സംരംഭം. 97 കോട്ടയത്ത് കുറിച്ചി ഗ്രാമപഞ്ചായത്താണ് ഞങ്ങളുടെ തുടക്കം. അവിടെ നിന്ന് നമ്മൾ 2021 ഇതുപോലെ പ്രീമിയം ഔട്ട്ലെറ്റായിട്ട് ഞങ്ങൾ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ 2025 ആകുമ്പോൾ ഇത് ഞങ്ങളുടെ 52ാമത്തെ ഔട്ട്ലെറ്റാണ്.
അപ്പോൾ ഇപ്പം നിലവിൽ ഞങ്ങൾ കേരളം ചെയ്യുന്നുണ്ട്, തമിഴ്നാട് ചെയ്യുന്നുണ്ട്, കർണാടക ചെയ്യുന്നുണ്ട്, ആന്ധ്ര ചെയ്യുന്നുണ്ട്, ഹൈദരാബാദ് ചെയ്യുന്നുണ്ട്. ഈ 5 സംസ്ഥാനം ഞങ്ങളിപ്പം നിലവിൽ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ 52ാമത്തെ ഔട്ട്ലെറ്റാണ്. ഇന്ന് വൈകുന്നേരം തന്നെ ഇടുക്കി ജില്ലയിൽ ഞങ്ങളുടെ 53ാമത്തെ ഔട്ട്ലെറ്റ് തുറക്കും. ഇന്ന് വൈകുന്നേരം തന്നെ ബാംഗ്ലൂർ ഞങ്ങളുടെ 54ാമത്തെ ഔട്ട്ലെറ്റും ഇന്ന് ഇനാഗുറേഷനാണ്. അപ്പോൾ ഈ നാട്ടിലെ എല്ലാവരുടെയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാവരും ഞങ്ങളുടെ ബ്രാൻഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് വന്ന് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് എങ്കിൽ മാത്രം നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് നല്ല റിവ്യൂസ് ഇടുക. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ 3 കാറ്റഗറിയിലാണ് വരുന്നത്. അതിനകത്ത് മിൽക്ക് ബേസ്ഡ് ഉണ്ട്, വാട്ടർ ബേസ്ഡ് ഉണ്ട്, ക്രീം ബേസ്ഡ് ഉണ്ട്. 5 രൂപ മുതലാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റഫറൻസ് കൈമാറ്റത്തിലൂടെ പരസ്പരം ബിസിനസ് ചെയ്യുന്ന കൂട്ടായ്മയായ BNI സ്പെക്ട്ര ചാപ്റ്റർ 4 വർഷം കൊണ്ട് 100 കോടി ബിസിനസ് ചെയ്തു. തൃശൂരിലെ തന്നെ ഏറ്റവും വേഗത്തിൽ 100 കോടി ബിസിനസ് ചെയ്ത ചാപ്റ്റർ എന്ന നേട്ടം കൈവരിച്ചു. നേട്ടത്തിന്റെ ഭാഗമായി ദ സെഞ്ചുറിയൻ എന്ന മാഗസിൻ പുറത്തിറക്കി. മണപ്പുറത്തെ 100ഓളം വരുന്ന സംരംഭകർ ഈ പരിപാടിയുടെ ഭാഗമായി. തൃപ്രയാറിലെ ഹോട്ടൽ ഡ്രീംലാൻഡിൽ വെച്ച് നടന്ന ചടങ്ങ് മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. And your willingness, yes, even to fail, തോൽക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സിന്റെ ആദ്യം തന്നെ സക്സസ് ആയിട്ടുള്ള ആളുകൾ വളരെ സൂക്ഷിക്കണം. ആദ്യത്തെ സക്സസ് എപ്പോഴാണ് പോലെ നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അതങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. ഇന്ന് ആ കമ്പനിയുടെ ഇന്ന് ക്ലോസ് ചെയ്ത മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ആ കമ്പനിയുടെ വില, ഇന്നത്തെ വില 17,000 കോടിയാണ്. BNI സ്പെക്ട്രയുടെ പ്രസിഡന്റ് ജൈജു ജയപ്രകാശ് അധ്യക്ഷനായി. ആദ്യഘട്ടത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. BNI എന്ന പേര് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്നാണല്ലോ. അപ്പോൾ ആളുകളെ ചേർത്തുന്ന പരിപാടിയാണോ, ചേർത്തി കമ്മീഷൻ അടിക്കുന്ന ഒരു ചാപ്റ്ററിൻ്റെ പരിപാടിയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് പലരും ഇതിൽ ജോയിൻ ചെയ്യാൻ വിസമ്മതിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ അങ്ങനെയല്ല കേട്ടോ. BNI കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പക്ഷെ 3 കൊല്ലം ഞങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് BNI സ്പെക്ട്ര ഇവിടെ ലോഞ്ച് ചെയ്യിപ്പിച്ചത്. അതിൽ നമ്മുടെ ആദ്യഘട്ടത്തിൽ BNI കുറച്ച് തടസ്സങ്ങൾ നേരിട്ടപ്പോൾ നമ്മളുടെ മെൻറ്ററായി ബിസിനസ്സാറും BNIയുടെ പ്രവർത്തന മികവ് ഉള്ളടക്കം ചെയ്തുകൊണ്ടുള്ള മാഗസിൻ BNI തൃശൂർ റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബെസ്റ്റിൻ ജോയ് മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാറിന് കൈമാറി പ്രകാശനം ചെയ്തു. BNI ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്താണ് ഈ BNI, എന്താണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്നൊരു ക്ലാരിറ്റി വരുത്തുക എന്നതാണ് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത്. സോ ഡോക്ടർ ഐവൻ മൈസ്നർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ 1985 BNIക്ക് തുടക്കമിടുന്നത്. പുള്ളി ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് കുറച്ച് പുതിയ ക്ലയൻസിനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ പുറത്ത് ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനകത്ത് ഒരു ബിസിനസ് കാറ്റഗറിയിൽ നിന്ന് ഒരു തരത്തിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. മുൻ JCI വേൾഡ് പ്രസിഡന്റ് ഷൈൻ T ഭാസ്കരൻ, BNI സ്പെക്ട്രയുടെ വൈസ് പ്രസിഡന്റ് സുബിൻ ശങ്കർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സജിത്ത് വേളയിൽ, സെക്രട്ടറി ട്രഷറർ ജോസഫ് ലാഗ്രൻസ്, വിസിറ്റർ ഹോസ്റ്റ് കോർഡിനേറ്റർ മുബാറക് TS, തൃപ്രയാർ ലയൺസ് ക്ലബ്ബ് ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് RA സക്കറിയ, JCI തൃപ്രയാർ പ്രസിഡന്റ് കൃഷ്ണ TS എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിഷ്ണുദാസ്, നാസറുള്ള, ഡോക്ടർ സൗമ്യ സതീഷ്, അനൂപ് ചന്ദ്രൻ വേളയിൽ, NS ശ്രീജിത്ത്, റിജിൻ, മനോജ് ആലപ്പാട് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. മീഡിയം ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള 45ഓളം എന്റർപ്രനേഴ്സിന്റെ കൂട്ടായ്മയായി BNI സ്പെക്ട്ര നിലവിൽ 4 വർഷം കൊണ്ട് ഞങ്ങൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും. ചടങ്ങിന് ശേഷം നോമ്പുതുറയും കലാപരിപാടികളും ഉണ്ടായിരുന്നു.
വലപ്പാട് ബീച്ച് ബ്രഹ്മതേജോമയം ക്ഷേത്രത്തിന് സമീപം തെക്കിനിയടത്ത് സോമനാഥൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭാര്യ മണി, മക്കൾ സീജ, ഗൗരി, സ്മേഘ, മരുമക്കൾ ജിതേഷ്, സുമേഷ്, ബിനോയ്. കാരമുക്ക് SNGSന് സമീപം സിദ്ധാർത്ഥ റോഡിൽ കാളാനി കുമാരന്റെ മകൻ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ രാജൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ഭാര്യ സുധ, മക്കൾ നിധുൻ, മിഥുൻ, മേഘ്ന, മരുമകൾ മീര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരൺനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ആഘോഷ ചടങ്ങുകൾ ഞായറാഴ്ച തുടങ്ങും. അന്തിക്കാട് വീട് കയറി ആക്രമണം നടത്തിയ യുവാവ് പിടിയിൽ. ആധാരമെഴുത്തുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഗോൾഡൻ സതീശനും മകനും അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.